ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വിവിധ വർണ്ണങ്ങളിൽ മനോഹരമായ പൂക്കൾ നൽകുന്ന ബൊഗൻവില്ല ചെടി അഥവാ നമ്മുടെ കടലാസ് ചെടിയിൽ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനും ഈ ഒരു ജനുവരി മാസം മുതൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബൊഗൻവില്ല ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, എങ്ങനെ നമുക്ക് പരിചരിച്ച് വളർത്താം, എങ്ങനെയാണ് ഇതിൻ്റെ കമ്പ് കോതലൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴക്കാലത്തിന് ശേഷം നമ്മുടെ ബൊഗൻവില്ല ചെടികളിൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാവും. ചെടിയിൽ ഏറെ നാൾ കൊഴിയാതെ നിൽക്കുന്ന പൂക്കൾ തന്നെയാണ് ഈ ചെടിയെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത്. ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് വളരുകയും വർഷം മുഴുവൻ പൂക്കൾ നൽകുകയും ചെയ്യുന്ന ഈർപ്പവും നല്ല വളക്കൂറുള്ള മണ്ണിൽ നന്നായി വളരുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ബൊഗൻവില്ല. നല്ല സൂര്യപ്രകാശവും ഇടയ്ക്കുള്ള വളപ്രയോഗവും ബൊഗൻവില്ല ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കളുണ്ടാവുന്നതിനും സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ ബൊഗൻവില്ല ചെടികൾ നട്ടു വളർത്തേണ്ടത്. നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നന്നായിട്ട് ചെടിയിൽ പൂക്കളുണ്ടാവും. വെയിൽ മാത്രമല്ല, ശരിയായ രീതിയിൽ കമ്പുകോതൽ നടത്തി കൊടുത്താലും നമ്മുടെ ചെടിയെ നമുക്ക് ധാരാളമായിട്ട് പൂക്കൾ ലഭ്യമാകും. അപ്പോൾ കുറ്റിച്ചെടിയായിട്ടും ബോൺസായി ആയിട്ടും പടർത്തിയും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ചെടിയാണ് നമ്മുടെ ഈ ബൊഗൻവില്ല. മെയ് മാസം അവസാനം മഴയ്ക്ക് മുമ്പായിട്ട് നമ്മൾ കമ്പുകൾ താഴ്ത്തി മുറിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുന്നത് വഴി മഴക്കാലത്ത് ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. ബൊഗൻവില്ല ചെടികൾ പൂവിടുന്നത് വരെ ഇലകൾ വാടുന്ന അവസ്ഥയിൽ മാത്രമേ നനച്ചു കൊടുക്കാവൂ. ഒരുപാട് നന ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വേനൽ സമയത്ത് നമുക്ക് ഒരു നേരം നനച്ചു കൊടുക്കാം. നന കൂടുതലായാൽ പൂക്കൾ കുറയാനും ചിലപ്പോൾ വേരുകൾ ചീഞ്ഞു പോകാനും ചെടി നശിച്ചു പോകാനും ഒക്കെ കാരണമാകും. കമ്പുകോതലിന് ശേഷം നമുക്ക് പൂക്കുന്നതിനായിട്ട് റോക്ക് ഫോസ്ഫേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും അടങ്ങിയിട്ടുള്ള കൂട്ടുവളം നൽകുന്നത് ഏറ്റവും നല്ലതാണ്. എന്തെങ്കിലും ഒരു പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളമോ NPK വളമോ കമ്പുകോതലിന് ശേഷം കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് വെറൈറ്റീസിലുള്ള ബൊഗൻവില്ല ചെടികൾ ഇന്ന് നമ്മുടെ നഴ്സറികളിലൊക്കെ ലഭ്യമാണ്. നാടൻ വെറൈറ്റീസും ഹൈബ്രിഡ് വെറൈറ്റീസും ഒക്കെ. നാടൻ ഇനങ്ങൾ വർഷത്തിൽ 2-3 തവണ പൂവിടുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് കുറഞ്ഞത് 6-7 തവണയെങ്കിലും വർഷത്തിൽ പൂക്കൾ നൽകും. ഇളം കമ്പുകൾ കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നടാൻ ഉപയോഗിക്കുന്ന തണ്ടിൻ്റെ മുകൾ ഭാഗം നീക്കം ചെയ്ത് തൊട്ട് താഴെ 5 ഇഞ്ച് നീളത്തിൽ ഭാഗം മുറിച്ചെടുത്ത് ഇലകൾ നീക്കം ചെയ്ത ശേഷം ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് എന്തെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയ ശേഷം നമുക്ക് മണ്ണും മണലും ചകിരിച്ചോറും കലർന്ന മിശ്രിതത്തിലേക്ക് ഈ കമ്പുകൾ കുത്തിവെച്ച് നന്നായി നനച്ചു കൊടുത്ത് നമുക്ക് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. നമ്മുടെ ബൊഗൻവില്ല ചെടികളൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വളം തയ്യാറാക്കി കൊടുക്കുന്നത് വഴി നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാനും നന്നായിട്ട് പൂക്കാനും സഹായിക്കും. നമ്മുടെ അടുക്കളയിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു വളം തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചെടിക്ക് നന്നായിട്ട് പൂക്കാനായിട്ട് നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് ബൊഗൻവില്ല ചെടികളിൽ പൂക്കളുണ്ടാവും. ആയിട്ട് നമുക്ക് 1 സ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഈസ്റ്റോ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഈസ്റ്റ് നല്ലൊരു ഫംഗസ് ആണ്. ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാവുന്നതിനും അതേപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ വർദ്ധിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ സഹായിക്കും. നമുക്ക് ഒരു ബോട്ടിലെടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര പ്ലാന്റ്സിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് വിഘടിപ്പിക്കുന്നതിന് സഹായിക്കും. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ദിവസം എന്നത് നമുക്ക് രാവിലെ ഈ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ബാക്ടീരിയാസ് വർദ്ധിച്ച് നമ്മുടെ ചെടികൾക്ക് അത്രമാത്രം ഗുണം കിട്ടും. ഇത് നമ്മൾ 5 ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് നേർപ്പിക്കണം. നമ്മൾ 1 ലിറ്ററാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മളത് 5 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത ശേഷം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. ഇത് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയും ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ ബൊഗൻവില്ല ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനും പച്ചമുളക്, തക്കാളി എല്ലാം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറുമാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരാനും വേരോട്ട സാധ്യമാവുകയും അതേപോലെ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. ചെറിയ ചെടികൾക്ക് മുതൽ നമുക്ക് വലിയ പൂക്കാറായ ചെടികൾക്ക് വരെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിനൊന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഇതുവരെയും പൂക്കാത്ത ബൊഗൻവില്ല ചെടികൾക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൊഗൻവില്ല
ചെടികളിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.